ഹലോ. ഓ മാതാജിയേ, ദേ കുറേ പിള്ളേര് വന്നേക്കണ്. സ്വീറ്റ് വോയിസ്. താങ്ക് യു. आप कौन है बेटा? क्या चाहिए? നമസ്കാരം അമ്മേ. എന്റെ പേര് ബാലഗോപാൽ എന്നാ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തുനിന്നാ. ആണോ? അമ്മേ അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സന്യാസിനികളാ. ഇതൊക്കെ കണ്ടില്ലേ? മാതാ ശിവാനി. മാതാജി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളിവിടെ ട്രാവൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്ന. അമ്മയുടെ പേര്? എന്റെ പേര് രാമപ്രഭ. ഞാൻ മാതാ ശിവാനി ജി. ഇത് രാധാമണി തന്നെ. റാണി. ഇത് അരുണ. വി ഓൾ ഫ്രം ഇന്ത്യ. അമ്മേ, ആ സന്യാസിനിയുടെ പേര്? വൈശാലി. നാടോ? ബംഗാളിയാ. ബംഗാളിയാ? അല്ല, മലയാളം അറിയില്ലേ? നിനക്ക് ബംഗാളി അറിയോ? എനിക്കറിയില്ല. അതുപോലെ അവൾക്ക് മലയാളവും അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറയണമെങ്കിലോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. വരട്ടെ. ബൈ. മറ്റുള്ളവരൊക്കെ ഓക്കെ, പക്ഷെ അവളെ കണ്ട സന്യാസിനിയാണെന്ന് പറയില്ല. കാര്യം സന്യാസിനി ആണെങ്കിലും കൊള്ളാം. ഇതെന്തോന്ന് ബാലയോ? ഇവര് രാജശില്പിയിലെ മോഹൻലാലിന്റെ ഫാനാന്ന് തോന്നുന്നു. ഇന്റർവ്യൂ ചെയ്യാം. നമസ്കാരം. अरे हम माँ टीवी से आया. आप मोहनलाल जानते? ये मोहनलाल कौन है? അറിയില്ലെന്നോ? मलयालम? I know Malayalam from K. स्वामी जी. I know all stars, but I don't know superstar. മോഹൻലാലിന്റെ ചെറുപ്പത്തിൽ ഇയാൾ സന്യാസിയായിരിക്കും. സ്വാമിജി, ആപ്കാ സ്വാമിയുടെ പേരെന്താ? സ്വാമിജി, സ്വാമിജി, ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ വേണം. താങ്കൾ സന്യാസിയെ മാറിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. റെഡി സ്വാമി. എന്റെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ്. രാമായണം, മഹാഭാരതം ഒന്നും അടുത്ത് നിൽക്കില്ല. ഷോക്കുകൾ, ഫൈറ്റുകൾ, ട്വിസ്റ്റുകൾ, അടിക്ക് മീതെ അടികൾ. ഓരോ സീനിനും ക്ലൈമാക്സ് വരെ ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്യടാ. എന്താ സ്വാമി? 1000 rupees എടുക്കേ. സ്വാമി പറയട്ടെ. സ്വാമി സ്വീകരിച്ചാട്ടെ. 1996 ഞാൻ അന്നൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ലവ് മാരേജ്. തങ്കം പോലത്തെ ഭാര്യ. വൺ ഫൈൻ മോർണിംഗ് അതെന്തോന്നാ സ്വാമി? ജോഗിങ്ങിന് പോയതാ. തോക്ക് കാട്ടിപ്പിടിച്ചു. ആരായിരുന്നു സ്വാമി അവര്? നിന്റെ തലയിൽ ആള് താമസിച്ചില്ലേ? ഏതാ നാട്? കുന്നംകുളം. എന്റെ ഈ നാട് 24 അവേഴ്സിനുള്ളിൽ 5 കോടി രൂപ കിട്ടണം. വെറും ബാങ്ക് ജോലിക്കാരനെ സ്വാമി എവിടുന്ന 5 കോടി കൊടുക്കുന്നത്? സെയിം പോയിന്റ് ഞാനും ചോദിച്ചു. 24 years തന്നാൽ എനിക്ക് ഇത്രയും തരാൻ പറ്റില്ല സാർ. എന്താ? ഐ ആം എ ബാങ്ക് എംപ്ലോയി. അതവർക്ക് മനസ്സിലായി. റിയൽ എസ്റ്റേറ്റ് ശങ്കർദാസിനെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. ആള് മാറിപ്പോയി. സോറി സാർ, അബദ്ധം പറ്റിപ്പോയി. സാരമില്ല, വിഷമിക്കണം. ഇത്രയും ദൂരം വന്നു പോയില്ലേ? ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് രാവിലെ പോകുന്നതാ നല്ലത്. ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. താങ്ക് യു സാർ. ഉറക്ക ക്ഷീണം കൊണ്ട് ആ രാത്രി അവിടെ കിടന്നു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. എന്ത് പറ്റി സ്വാമി? നെക്സ്റ്റ് എപ്പിസോഡ്. ചുമ്മാതാണോ? ഓരോ സീനിന് ക്ലൈമാക്സ് ഉള്ളതാടോ. അതിനും വേണം 1000 രൂപ. മെഗാ സീരിയൽ സെറ്റപ്പ് അല്ലേ, സംജയ്? ആകെ മൊത്തം 200 കിലോമീറ്റർ കൂട്ടിക്കോ. അവൾ എന്തിനാവും സന്യാസിനിയാവാൻ പോയത്? ഇത്ര ആലോചിക്കാൻ എന്താ? ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ജീവിച്ച് 3-4 പിള്ളേരൊക്കെ ആയപ്പോ ജീവിതത്തോട് വിരക്തി തോന്നി ഇറങ്ങിയതാവും. മറയോന്തേ, ഞാൻ പറഞ്ഞത് വൈശാലിയെ കുറിച്ചാ. സോറി അളിയാ, ഞാൻ കരുതി ആ തള്ളയെ കുറിച്ചാണെന്ന്. എന്ത് രസമായിരിക്കുന്നു. നല്ല കൈപ്പുണ്യം ഉണ്ടായാലും അങ്ങനെയാ. ഏയ്, നീ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? എന്റെ പാചകത്തെ കുറിച്ച്. ഇട്ടോ വൈശാലി.
മാഡം ഞാനാ ബാലഗോപാൽ. വാ നീയാ? പ്രഭ മാഡം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് എവരിബഡി. ആ നിങ്ങളുടെ ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളെല്ലാം കാണാൻ. ഏതായാലും ടി വിക്കാരനല്ലേ, കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ ഏത് മതക്കാരാ മാഡം? ഞങ്ങൾക്ക് ഒരു മതവും ഇല്ല, ഒരു റിലീജിയനുമായി ബന്ധവുമില്ല. ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് ദൈവത്തെയാ പൂജിക്കുന്നത്? നല്ല ചോദ്യം. ഇതിനു മുമ്പ് ഞങ്ങൾ ഗണപതി, പപ്പനാഭസ്വാമി, ആചാര്യനാഥജി ഒക്കെ പൂജ ചെയ്തിരുന്നതാ. ശിവാനി, മാതാജി ഉച്ചത്തിൽ നീ ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാ കുട്ടി? സാരി മാതാജി. ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് രൂപവും പേരും ഒന്നുമില്ല. ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മതം ആവശ്യമില്ല. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അത് പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ആശ്രമത്തിൽ. എന്നാ ഞാൻ ഇനി അവിടെ ഒന്ന് കണ്ടോളാം. അവിടേക്ക് വരാൻ പാടില്ല കുട്ടി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മാഡം? എനിക്ക് സന്യാസിമാരെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. ഇവിടെ അടുത്ത് പുരുഷ സന്യാസി മഠമുണ്ട്, അവിടേക്ക് ചെന്നോളൂ. അത് ശരിയാവില്ല മാഡം. ഞാൻ നോക്കൂ കുട്ടി, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ കോൺസെൻട്രേഷൻ തീരെ ശരിയല്ല. അത് ശരിയാ. രാമായണ കാറ്റേ മോർണിംഗ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. എന്ത് ചെയ്യാ ചേച്ചി? ഇല കഴുകുക. എന്തിനാ? കറി വെക്കാൻ തന്നെ. ഞങ്ങൾ ഇതാ കഴിക്കുന്നത്. ഇലകള്, പഴങ്ങള്, കിഴങ്ങ്. അപ്പൊ ചിക്കനും മട്ടനും ഒന്നും അത് ഓർമ്മിക്കരുത്. എന്താ? എനിക്ക് സങ്കടം വരിക്കട്ട. ഇതിനു മുൻപ് ആ. ഞാൻ വാൻലി നോൺ വെജ്. ആഹാ. നാണില്ലാതെ ഒരു വറ്റ് താഴോട്ട് ഇറങ്ങില്ല. അയ്യോ. ഇവിടെ വന്നതിന് ശേഷം പ്യാർ വെച്ച. അയ്യോ പാവം. അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തിനാ പിന്നെ സന്യാസിനാവാൻ പോയത്? എന്റെ കെട്ടിയവനോട് ആ. ഒരു ഒരു ഒരേ ഒരു കാഞ്ചീപുരം പട്ടുസാരി ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അതാ. ഈ ചെറിയ കാര്യത്തിനോ? ദാ, ഇത് ചെറിയ കാര്യമൊന്നല്ല ചേർക്കാം, വലിയ കാര്യമാ. ആ. എന്താ കുട്ടി ഇത്? നോക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെ നോക്കിക്കൂടെ? അയ്യോ മാതാജി, അങ്ങനെയൊന്നുമല്ല. അവരേതോ നോർമൽ ഡ്രസ് വാഷ് ചെയ്യുന്ന കണ്ടപ്പോ ഞാനൊന്ന് കാഷ്വൽ ആയിട്ട് നോക്കിയെന്നേ ഉള്ളൂ. നിനക്ക് എന്തൊക്കെ ഉദ്ദേശം ഉണ്ടെന്ന് അറിയാം. അയ്യോ എന്റെ അമ്മേ, എന്താ മേഡം ഈ പറയുന്നത്? നിങ്ങളുടെ ഈ ആശ്രമമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യലെന്ന് വെച്ച് വന്നാ? ഏയ് വേഗം ഷൂട്ട് ചെയ്യ്. മാതാജി പെർമിഷൻ തന്നെ വലിയ കാര്യമാ. നല്ല നല്ല ഷോട്ട്സ് എടുക്കണേ. അടിപൊളി ആശ്രമമാ. അങ്ങോട്ട് നോക്കാതെടാ, നീ എന്നെ നോക്ക്. കണ്ടു മാതാജി, നല്ലപോലെ കണ്ടു. ആശ്രമത്തിൽ ആണുങ്ങൾ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആണെന്ത് പെണ്ണെന്ത്, നിന്നിലും ആത്മാവുണ്ട്, എന്നിലും ആത്മാവുണ്ട്, മുകളിൽ സാക്ഷാൽ പരമാത്മാവും. വേദാന്തം പറഞ്ഞ് നീ എന്നെ കയ്യിലെടുക്കാൻ നോക്കണ്ട. വേലത്തരം ഒരുപാട് കയ്യിലുണ്ടല്ലേ. സോറി മേഡം, വേഗം ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോളാം. ശരി ശരി. ഓക്കെ. സ്വാമി, ഉം, 1000 ഉം, സെക്കൻഡ് എപ്പിസോഡ്. ഉം. മതാമ സൂപ്പർ അളിയാ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ആ ദിവസം എന്തുണ്ടായി സ്വാമി? ഏത് ദിവസം? അതെ, ആ കിഡ്നാപ്പേഴ്സ് കൊണ്ടുപോയി രാത്രിയിൽ അവിടെ കിടന്നില്ലേ? ആ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പോവല്ലോ. ആ. ഞാൻ വിചാരിച്ചോ പോലീസ് റെയ്ഡിന് ഒരു പോലീസോ? യാ, നോട്ട് ഇറ്റ്. ആ. ഞാനും കിഡ്നാപ്പറാണെന്ന് അവർ കരുതി. എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അറസ്റ്റ് ചെയ്ത് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നീ എത്ര നാളായടാ ഈ കിഡ്നാപ്പിംഗ് തുടങ്ങിയിട്ട്? ഐ ആം നോട്ട് കിഡ്നാപ്പർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സബ് ഇൻസ്പെക്ടർ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഏയ് സർ, ഒപ്പിടിച്ചിട്ട് ലോക്കപ്പിൽ തട്ടാ. എന്താടാ ഒപ്പിടാൻ പറഞ്ഞപ്പോ മസിൽ പിടിച്ച് നിൽക്കുന്നോ? പഠിക്കത്തിലെ മോഹൻലാൽ ആകാൻ നോക്കുന്നോടാ റാസ്കൽ. ഞാൻ ഓർത്ത ചിരഞ്ജീവിയെ കുറിച്ചായിരുന്നു. 1000 വോൾട്സ് കറണ്ട് കയറി 2 കയ്യിലും. പോലീസ് സ്റ്റേഷൻ പൊളിച്ചടിക്ക് ഞാൻ. അവനെ ചെന്ന് പിടിക്കണ. ഓടി ഓടി അതോ കാട്ടിച്ചെന്ന് കയറി. എനിക്ക് തന്നെ എന്നെ കൈവിട്ടുപോയി. അതിനുശേഷം എന്തുണ്ടായി സ്വാമി? റെഡി ഗൈസ്? 1000 വീട്ടിലായില്ലല്ലോ. നല്ല സ്വാമി. ഇനി ഇന്ന് നോക്കണ്ട. വാ.
വാ ചേച്ചി, ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നു. നമസ്കാരം. ഞാൻ ഇവിടെ വന്നു എന്നറിഞ്ഞ ആ മാതാജി എന്നെ ചീത്ത പറയും. അവരറിയാതിരുന്ന പോരെ. ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഫാഷൻ ഫാമിലിയിൽ പിറന്ന ഞാൻ ഫാഷൻ ഗേളായി വളർന്നെങ്കിലും ഇങ്ങനെ സിംഗിൾ കോസ്റ്റ്യൂമിൽ ഫിക്സ് ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇവിടെ ആണെങ്കിൽ വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഉരുളക്കിഴങ്ങ് തിന്നണം. ഇത്തിരി എരിവ് കൂട്ടിയിട്ട് എത്ര നാളായെന്നറിയാം. നാരങ്ങ അച്ചാർ. അയ്യോ, എങ്ങനെ സഹിക്കുവോ? വായിൽ വെള്ളം ഊറിയിട്ട് എനിക്ക് വയ്യായേ. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരേ ഒരു തവണ നക്കി നോക്കട്ടെ. നല്ല വെന്ത ചോറിലോട്ട് ഈ അച്ചാർ കുറെ അങ്ങ് തട്ടി നല്ല കട്ട തൈരും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് തിന്നാനുണ്ടല്ലോ. ഇതുപോലെ അച്ചാറല്ല എന്ത് വേണമെങ്കിലും ചേച്ചി. ആ വൈശാലിയെ ഞങ്ങളുടെ ബാലുവിന് വലിയ ഇഷ്ടം. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേച്ചിക്ക് ബംഗാളി അറിയോ? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആ വൈശാലി മലയാളി. രമപ്രഭ, രമപ്രഭ, down, 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 രമപ്രഭ. എന്താ ഒരു സമരമൊക്കെ? വൈശാലി ഒരു ബംഗാളിയാണെന്ന് എന്തിനാ മേഡത്തിനോട് നുണ പറഞ്ഞത്? അത് കാരണം ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അവള് ബംഗാളിയാണെന്ന് അറിഞ്ഞപ്പോ എവിടെയോ കണക്ഷൻ കട്ടായി പോയി, തൊണ്ട വീക്കായി പോയി. എന്റെ നെഞ്ചിലുള്ള ഫീലിംഗ്സ് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ എത്രമാത്രം പാടുപെട്ടെന്ന് നിങ്ങൾക്കറിയോ? ആദ്യമേ ഇവളൊരു മലയാളിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സ് തുറന്നു കാണിച്ച് മായം ചെയ്തോ മന്ത്രം ചെയ്തോ എപ്പോഴേ ഞാൻ ഇവളെ പാട്ടിലാക്കി എടുത്തേനെ. അതറിയാവുന്നത് കൊണ്ടാ അങ്ങനെ. മാതാജി, അധികം വളച്ചുകെട്ടൊന്നുമില്ലാതെ എന്റെ മനസ്സിലുള്ള തുറന്നു പറയാം. എനിക്ക് ഈ പെണ്ണിനെ വലിയ ഇഷ്ടം, എന്റെ ജീവനേക്കാളും ഇഷ്ടം. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവളെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ സമ്മതമാണോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്കെന്നെ അത്രയ്ക്കിഷ്ട? അതിനേക്കാൾ ഏറെ ഇഷ്ടമാ. നിങ്ങൾ എന്റെ മനസ്സിനെയാണോ സ്നേഹിക്കുന്നത്? ഈ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്? ശരീരത്തെ എന്താണെന്ന് വെച്ചാൽ നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് പറയില്ലല്ലോ. ദേവണ്ണേ, നീ ഒരു ഭയങ്കര ബ്യൂട്ടിയാ. ബെസ്റ്റ് സ്മൈല്, സ്കിൻ ടോൺ ഫാന്റാസ്റ്റിക്. എനിക്ക് ഇത്രയൊക്കെ മതി. ഈ മിഥ്യയായ ശരീരത്തോട് നിങ്ങൾ എന്തിനാ ഇത്ര മമത കാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം മണ്ണല്ലേ, വെറും മണ്ണ്. നമ്മൾ മരിച്ചു പോയാ ഈ ഫ്ലഷ് അത് മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടതാ. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ്, യൂറിൻ എല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോവില്ലേ? ഈ ശ്വാസമാണെങ്കിൽ കാറ്റിലും ലയിക്കില്ലേ? ഓഹോ, ഇത് ഇത് മണ്ണാണല്ലേ? നല്ല നല്ല സോഫ്റ്റ് മണ്ണാ. ഇതിനോട് എനിക്ക് യാതൊരു മമതയില്ലോ അല്ലേ? അതറിഞ്ഞാ മതി. എന്നാ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരൂ? സ്മോൾ ഫേവർ. എന്താ? ഇന്ന് രാത്രി താൻ എന്റെ കൂടെ കിടക്കൂ. എന്താ മിണ്ടാത്തെ? എന്താ മണ്ണല്ലേ? മണ്ണീ കിടന്ന വല്ല കുഴപ്പമുണ്ടാവോ? ഫിലോസഫി പറഞ്ഞാൽ മാത്രം പോരാ, മണ്ണാണത്രേ മണ്ണ്. വെറും മണ്ണാണെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ എന്നിട്ട് വെറുതെ കുളിക്കുന്നതിനാ? അതിന്റെ വഴിക്ക് വിട്ടാ പോരെ. പോരാത്തതിന് ശുശ്രൂഷിക്കുന്നു, യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് വേറെയും. എന്നിട്ട് ഉപദേശിക്കാൻ വന്നു. This is only for Malayali viewers, so join with us. എന്താ ദാദാ പിരിവോ? അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ലോ. ഇവിടെ ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, തോന്നുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങളിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തന്നേ പറ്റുള്ളൂ എന്ന് ആൾക്കാരെ വിരട്ടി വാങ്ങുന്ന പോലെ ഉണ്ടല്ലോ ഇത്. But actually we are begging. അമ്മോ, ഭിക്ഷക്കാരും ഇംഗ്ലീഷിലോ? ആപ്പിൾ ചായേ? ജി. നിങ്ങളീ എന്താ ഈ കാണിക്കുന്നത്? ആളെ കളിയൊക്കെ ഇറങ്ങിയിരിക്കുക. അങ്ങനെ പറഞ്ഞ നിങ്ങളും എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? എന്ന് വെച്ചാ ഈ തെമ്മാടികൾ ഞാൻ ഒരുപോലെയാണെന്നാ?
ഞാൻ ഹീറോ, ഇവര് വില്ലന്മാരും അല്ലേ? എന്റെ അമ്മോ, അതോ ഞാനും വില്ലനാ? എന്ത് പറയാനാ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഉണങ്ങിയാ പിന്നെ ആണുങ്ങൾ എന്ത് ചെയ്യാനാ? एप्पल नहीं चाहिए क्या? चलना, एप्पल के गार्डन दिलाता हूँ। चल चल, इसे अच्छे और बड़ा सा मिलेंगे वहाँ पर। പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ നോക്കുന്നോളാ. ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് കളിക്കാം. തലേ കുത്താ. ഓടാ. മലയാളികളോട് കളിച്ചാൽ നീക്ക് വിവരം അറിയും. ആവേ. എന്തിനാ അവരോട് വഴക്കിടുന്നത്? അവൻ കാണിച്ച തെറ്റല്ലേ? തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും. നിങ്ങൾ എന്തിനാ വെറുതെ തല്ലാൻ നടക്കുന്നത്? ആഹാ, തനിക്കൊരു കാര്യം അറിയോ? ഞാനാ സാക്ഷാൽ ഭഗവാൻ ഡാർലിംഗ്. തന്നോട് അവൻ തെറ്റിയതിന് ഞാൻ പോയി അവന്റെ ആപ്പിൾ തകർത്തിട്ട് വരാം. എന്താടാ? എന്നെന്തിനാ വണങ്ങുന്നത്? പേടിച്ചു പോയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ, അപ്പൊ എന്നെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്ന് പെരുമാറാൻ വേണ്ടിട്ടായിരുന്നു. കുങ്ഫുവാ? ഒരു പിടിയിലാട്ടോ എനിക്ക്. നിങ്ങൾ ഒരു സ്റ്റൈലിൽ അടിക്കുമ്പോ ഞാൻ വേറൊരു സ്റ്റൈലിൽ അടിക്കും. ഫൈറ്റ് കൺഫ്യൂഷൻ ആയി പോവില്ലേ? അതെങ്ങനെ ശരിയാവും? ഓ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഫൈറ്റ് കൺഫ്യൂഷൻ ഇല്ലാതുള്ളത്. സംജയ്, എന്താടി എന്റെ അമ്മേ? യുനോ, കണ്ണൂർ, അതാ എന്റെ സ്ഥലം. ഞാനിവിടെ അടിക്കാൻ തുടങ്ങിയോണ്ടല്ലോ, നിങ്ങളുടെ കരച്ചിൽ അവിടം വരെ അങ്ങ് എത്തും. സംജയ്, ഓക്കേ? ഓ, കൺഫ്യൂഷൻ ആക്കല്ലേ? ഇനി ചവിട്ടോ. ഇവിടെ വെക്ക്. അവിടെ ഉഗ്ര ഫൈറ്റ് ആയിരുന്നു അല്ലേ? ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ഏട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടി ഉണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടമുണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? നേരാണല്ലോ. ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ? ഇപ്പൊ ഞാൻ എന്തിനൊക്കെയാണ് പറഞ്ഞത്?